കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് പെരിങ്ങത്തൂർ കായപ്പനിച്ചിയിൽ പുഴ കരകവിഞ്ഞൊഴുകി വ്യാപക നാശനഷ്ടം. വീടുകളിൽ വെള്ളം കയറി. ചില പ്രതികരണങ്ങൾ കാണാം. ഞങ്ങളുടെ വീടിൻ്റെ പിൻഭാഗത്തുള്ള പറമ്പ് മൊത്തം ഒലിച്ചു പോയിരിക്കുകയാണ്. ഭയങ്കരമായ അപകട ഭീഷണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിലനിൽക്കുന്നത്. അത് കരഭിത്തി ഇല്ലാത്തതിൻ്റെ കരയിടിച്ചൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഈ സംരക്ഷണ ഭിത്തി എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു തരണമെന്ന് അധികൃതരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഇതെന്തോ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതാണോ ആ പുഴയിൽ, അതോ മഴ കനത്തപ്പോൾ വെള്ളം ഉയർന്നതാണോ? എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, ശക്തമായ മഴയിൽ വെള്ളം കയറിയതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കിലാണ് ഈ പ്രദേശത്തെ വീടുകളിലേക്ക് കൂടി വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ പുഴയ്ക്ക് പക്ഷേ കാര്യമായ സംരക്ഷണ ഭിത്തിയില്ല. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക്, ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അബ്ദുൾ മജീദ് എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പോഴും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് താഴ്ഭാഗത്തുള്ള വീടുകളിലേക്ക് കൂടി വെള്ളം കയറും എന്നുള്ള ഒരു ഭീഷണി, അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ശക്തമായ ഈ വെള്ളം ഒഴുകി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളൊക്കെ പതിച്ചുകൊണ്ടും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ, പ്രത്യേകിച്ചും കിഴക്കൻ മലയോര മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വൈദ്യുതി പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ KCB അതെല്ലാം വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒറ്റപ്പെട്ട കനത്ത മഴ വിവിധയിടങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. ഏതാനും സമയം മുമ്പാണ് കോഴിക്കോട് നഗരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത്, അതായത് ആശാരിക്കണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഗണേശൻ എന്ന വ്യക്തിയുടെ വീടിന് മുകളിലേക്ക് വലിയ ഒരു മരം കടപുഴകി വീണത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ വെള്ള ടാങ്ക്, അതുപോലെ തന്നെ സോളാർ ഹീറ്റർ, അതുപോലെ അവരുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂര ഉൾപ്പെടെ തകർന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെയാണ് പെരുമണ്ണയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. കാറ്റിൽ ആണ് അവിടേക്ക് മരങ്ങൾ വീണുകൊണ്ടും അതുപോലെ തന്നെ ഓടുകളൊക്കെ പാറി മാറിക്കൊണ്ടുമാണ് അപകടമുണ്ടായിരിക്കുന്നത്. ശരി സമീർ, എന്തായാലും വടക്കൻ കേരളത്തിലും മഴ തുടരുകയാണ്. വിശദാംശങ്ങളാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നൽകിയത്.